ഒരപ്പനും മോനും എപ്പോൾ നോക്കിയാലും ഉടക്കാണ്. എന്തിനാ അപ്പനോട് ഇങ്ങനെ ഉടക്കണേ? ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഒരു മെഴുതിരി കത്തിച്ച് പിടിച്ച് ആ വാതിക്കൽ നിന്ന മനുഷ്യനല്ലേ. ആ കരി ഓർക്കുമ്പോഴാണ് കൂടുതൽ കലിപ്പ്. എടി നിനക്കറിയാല്ല ഞാൻ ചുമ്മാ അപ്പനെ ചൊറിയാൻ വേണ്ടി പറയണേന്ന്. എനിക്കറിയാം അപ്പൻ എൻ്റെ കണ്ണീര് കണ്ടിട്ട് എന്നെ കല്യാണം വേണ്ടെന്ന് വെച്ച്. ജനമൈത്രി ജനമൈത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിമൈത്രിയാണ് ഇവിടെ. അതെ നീ അങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങോട്ട് വന്നില്ല. അതെന്താ? ഞാൻ അങ്ങനെ വന്ന് ശരിയാവില്ലെന്ന്. നമുക്ക് നാട്ടിലൊരു വിലയൊക്കെ ഉള്ളതല്ലേ. എല്ലാ ദിവസവും വന്ന് ഇവിടെ ഒന്ന് ഇടിമേടിക്കാൻ നേർച്ചയൊന്നുമില്ലല്ലോ. ഏതിനോടെ പോയെന്നു ഞാൻ ചോദിച്ചിട്ട് വരാം. ഓ എന്താടാ? ഇല്ല ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതാ. ബേബി അല്ലേ? ഇടോ അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പം മൊബൈൽ ഫോൺ ഓഫായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ടവറിൻ്റെ പരിധിയിലാണ്. ആ സമയത്ത് ഒരു ഗോരഖ്പൂർ ട്രെയിനും ഉണ്ടായിരുന്നു. സർ അവൻ നേപ്പാളിലേക്ക് പോകാനാണ് സാധ്യത. അവനെയൊന്നും ഏതായാലും അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല സർ. സാറേ അപ്പം എൻ്റെ കാശ്? എടോ തൻ്റെ ഈ 30,000 രൂപയ്ക്ക് വേണ്ടി അഡ്രസ്സ് പോലും അറിയാൻ പാടില്ലാത്ത അവൻ്റെ ഒക്കെ പുറകെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. എടോ തനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? സാറേ അത് എടോ ഈ കള്ളന്മാർക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഒരിക്കൽ കട്ട കാശ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇറങ്ങും കക്കാൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അവനെ പൊക്കാനും പറ്റും. അപ്പൊ നമുക്ക് അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാം, അല്ലേ സാറേ? അതെ. ഞാൻ അപ്പോഴേ പറഞ്ഞാലും മരക്കൂടെ നടപടിയാവൂലെന്ന്. ആൾക്കാരൊക്കെ പ്രൈസ് അടിച്ച കാശ് ചോദിക്കാൻ തുടങ്ങി. കുറച്ചേ ഉള്ളു, എന്നാലും കൊടുക്കണ്ടേ. എല്ലാം കൂടി ഒരു 10-25,000 വേണ്ടി വരും. നിനക്ക് ഞാനൊരു ചെങ്കാറ ഐഡിയ പറഞ്ഞു തരട്ടെ? എന്താ ഐഡിയ? തൽക്കാലം നിനക്ക് 25,000 രൂപ ആവശ്യമുള്ളൂ. ആ നീ ഒരു 50,000 രൂപ ലോൺ എടുക്കുക. ബാക്കി 25,000 കൊണ്ട് നമുക്ക് ഈ ടെൻഷൻ മാറ്റാൻ ഒരു ടൂർ പോകാടാ. ഒരൊറ്റടി എന്നാണ്ടല്ലേ. ബാക്കിയുള്ളവനോട് സാറിന ബാങ്കിൽ ആധാരം വെച്ച് 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇപ്പൊ പലിശയും കയറി വീട് ജപ്തിയാറായി. അപ്പോഴവന്റെ പിന്നെ ലോണ്. അതെ പ്രാക്കുവാനുണ്ടല്ലോ. ഒന്നിറങ്ങിയ മോളെ, നീ അറിഞ്ഞ നിന്റെ കട സീലി വെച്ച് കട പൊളിക്കാനുള്ള നോട്ടീസ് കിട്ടി. ക്ഷണക്കത്ത് പഠിച്ച് ആൻസി മാന്യമിത്രമേ, എടവനക്കാട് ഇല്ലത്ത് പറമ്പിലെ എന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടം ഈ വരുന്ന 30-ാം തീയതി 10-നും 10:30-നും ഉള്ള ശുഭമുഹൂർത്തത്തിൽ സർവശ്രീ JCB അവർകൾ പൊളിച്ചു മാറ്റുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നവകേരള സൃഷ്ടിക്ക് വേണ്ടി വികസന നായകൻ അവറാച്ച TT ഒപ്പപ്പ് NB തുടർന്ന് ഗംഭീര തേയില സൽക്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ മൂത്ത മോളെ കെട്ടിക്കാനായി അത് വിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അപ്പനോട് കടയൊഴിയാൻ പറഞ്ഞത്. അപ്പൊ അയാൾക്കത് പറ്റൂല. അവസാനം അവളൊരു പരനാറിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടെ ഞാൻ ഈ നാട്ടിൽ മൊത്തം നാറി. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, ഇതെന്റെ 2ാമത്തെ മോളാണ് ആൻസി. ഇവളുടെ കല്യാണമെങ്കിലും എനിക്ക് അന്തസ്സായിട്ട് നാറാതെ നടത്തണം. ഇവളും കൂടി ഒളിച്ചോടിയാ പിന്നെ കട വിൽക്കണ്ടല്ലോ. തൂറുതണ്ടി, നിന്റെ കാശ് മുഴുവൻ ആ നേപ്പാളി കൊണ്ടുപോയില്ലടാ. പ്രാക്കടാ പ്രാക്ക്. 2 പെമ്മക്കളുള്ള ഒരു ബിൽഡിംഗ് ഓണോടാ പ്രാക്ക്. നിനക്ക് ഇതിലും വലുത് വരുവടാ, നീ കണ്ടോടാ. നീയും നിന്റെ അപ്പനും കൂടി ഒരിക്കലും അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് സൈക്കിളിൽ കെട്ടിവെച്ച് നാട്ടു റോട്ടിലൂടെ ദളയാട് നടക്കെടുപ്പെന്ന് പറഞ്ഞ് നിരങ്ങുന്ന കാഴ്ച ഞാൻ കാണും. അത് കണ്ട് ഞാൻ ഗൂസ് പമ്പ് അടിക്കുമ്പോഴാ, ഗൂസ് പമ്പ് രോമാഞ്ചം. ഇയാളെ ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ല കേട്ടോ. അതിലും കൂടി എന്തായിട്ടാണ്. കട ഏതായാലും 30-ാം തീയതി പൊളിക്കും. കാണാൻ വന്നോട്ടറാ ഓട്ടറാ. എന്ത് ഇവിടെ ആകെ പ്രാന്ത് പിടിക്കണ്. നീ പേടിക്കണ്ടാ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്നടാ നീ പറയണേ? അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഗോവയിൽ പോണേക്ക് മുമ്പ് എത്ര ഡേയ്സ് ഞാനിവിടെ ബാഡ് അടിച്ച് കിടന്നറിയാമോ? അവസാനം വീട് പണിയാൻ വെച്ച കറ്റില വിറ്റിട്ടാണ് ഞാൻ ഒരു ഗോവൻ ട്രിപ്പ് അടിച്ചത്, അറിയാമോ? അതുപോലെ നിനക്കൊരു നല്ല സമയം ഉണ്ടാവും. എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂടാ. എടാ പീറ്ററേ, എന്താ ഇവിടെ? ആ നത്തിങ് ഡൂയിങ്, സിംപ്ലി ടോക്കിംഗ്. എങ്ങോട്ടാ? വേളാങ്കണ്ണി പോരുന്നോ?
എക്സ്ക്യൂസ് മീ. എന്താണ് അവരാച്ച ചേട്ടാ, കുർബാന തീരാറായല്ലോ. കുർബാന കൂടാന്നാലേ ബീഫ് തീർന്നു പോവും. ഞായറാഴ്ച ബീഫില്ലാത്ത ക്രിസ്ത്യാനിയുടെ വീടേ ഉണ്ണീശില്ലാത്ത പുൽക്കൂട് പോലെയാണ്. പുൽക്കൂടാ? അപ്പൊ ഇത് ക്രിസ്മസ് ആണോ? ആ അയ്യോ, സ്റ്റാർ മേടിക്കാൻ മറന്നല്ല. കർത്താവ് ഇനി പിന്നെയും മൂത്ത. ഒരു ചായ. ഈ ലോട്ടറി അടിക്കണത് ഒരു കണക്കിന് നഷ്ടമാണ്. 80 ലക്ഷം അടിച്ചാ 50 നമുക്ക് കൈ കിട്ടുള്ളൂ. 30 നഷ്ടം. ഒരു ചായ പറഞ്ഞ അര ഗ്ലാസ് ചായ. ഇതല്ലേ അതിന് വലിയ നഷ്ടം. അല്ലേലും വെറുതെ കിട്ടുന്ന കാശല്ലേ, ഒരു കാര്യത്തിന് ഉപകാരപ്പെടില്ല. ആർക്കാണ് ഇപ്പൊ വെറുതെ കാശ് കിട്ടിയത്? അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ, നമ്മുടെ ബേബിയുടെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം. 80 ലക്ഷം രൂപ. എത്ര? 80. കർത്താവേ കരുണയുള്ളവനാണ്. ഒരു തവണ പാവപ്പെട്ടവനെ പറ്റിച്ച് 10 പതിനെന്നെ കൊണ്ട് പോയില്ലേ, അതൊക്കെ കർത്താവ് കാണാതിരിക്കോ? ആർക്കാ അടിച്ചത്? ആർക്കാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും സ്ഥിരമായിട്ട് കിടക്കുന്ന ആർക്കും അല്ലെന്നാണ് കേട്ടത്. എടാ ഊട്ടിയെ കൊടക്കനാലിലേക്ക് വിളിക്കണേ. ആ ഓക്കേടാ. പോട്ടെ പോട്ടെ. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണത്, അതും 80 ലക്ഷം. 80 ലക്ഷം. എല്ലാരും ഉണ്ടല്ലേ? ആ ടൂറുകാരൻ വന്നാ അങ്ങനെ അവസാനം നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയ ഭാഗ്യം. അതും 80 ലക്ഷം. കമ്മീഷൻ കിട്ടും 10%. ആ എന്താ നിങ്ങൾ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ നിന്റെ കൂട്ടുകാരന്റെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ബേബിയുടെ കടയിലാ? ആടവതൂരി ആണോ? അത് ശങ്കാറല്ലത്. ആർക്കാ അടിച്ചത്? അതറിയാൻ പാടില്ല. ആർക്കായാലും എന്താണ്, നമ്മുടെ ബേബിക്ക് 8 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടൂലേ? പിന്നെ 8 ലക്ഷം ഒന്നും കിട്ടിയായിരിക്കൂല. അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അല്ലടാ കിട്ടും. ആ ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ വിളിക്ക്. ഹലോ എടാ, ഞാൻ കേട്ടത് ശരിയാണോ? ടിക്കറ്റ് വിറ്റിട്ടില്ലേ? ഭാഗ്യവാനേ. അപ്പൊ 80 ലക്ഷം അടിച്ചേക്കണത് ബേബിക്ക്. നമ്മുടെ ബേബിക്കാ? അത് കളിക്കല്ലേ. നമ്മുടെ ബേബിക്കാ? അടിപൊളി. 2 ബെഡ്റൂമേ ബാത്റൂമേ അറ്റാച്ച്ഡ്. അവറാച്ച മുതലാളി കേട്ടാ, 80 ലക്ഷമാണ് ബേബിക്ക്. തന്റെ പ്രാക്കിന്റെ ഗുണോടോ, താനല്ലേ പറഞ്ഞത് ഇതിലും വലുത് കിട്ടുന്നു. കിട്ടിയടോ, കിട്ടി. 80 ലക്ഷം. 80 ലക്ഷം കിട്ടി. ഞാൻ അടിച്ചു പൊളിക്കും. എന്തോരം ടൂറ് ഞങ്ങൾ പോകുന്നറിയാമോ? നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഒരു സെൽഫി. അതായിരുന്നു എന്റെ ആഗ്രഹം. നിന്റെ ഈ ഒടുക്കത്തെ ആഗ്രഹം കാരണം ഒരു പരിപാടി നടക്കാത്തത്. നീ എന്തിനാണ് ലോട്ടറി അടിച്ചത് എനിക്കാന്ന് പറഞ്ഞത്? പിന്നെ ബാങ്കിൽ രാവിലെ കൊണ്ട് നീ കൊണ്ടേ സബ്മിറ്റ് ചെയ്യോ ലോട്ടറി? എടാ നാളെ നേരം വിളിക്കുന്ന പോലെ കടക്കാരന്റെ വീടിന് മുമ്പ് ക്യൂ ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ആ ലോട്ടറി തിരിച്ചു പിടിക്കണം. എങ്ങനെ? എടാ ആ ലോട്ടറി അടിച്ചത് അവൻ അറിഞ്ഞിട്ടുണ്ടാവൂല. അവൻ ആ ലോട്ടറി കൊണ്ട് നേപ്പാളിൽ പോയിട്ടൊരു കാര്യമില്ല. അതവിടെ മാറ്റാനും പറ്റൂല. ഇല്ലേ? അതാണ് പറഞ്ഞത്, നമ്മള് പോണം നേപ്പാളില്. നേപ്പാളിലാ? ഉം. നേപ്പാള് കാഠ്മണ്ഡു ഡാൻസ് ബാർ പൊളിക്കും. ഈ സംഭവം പൊളിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നമ്മള് നേപ്പാളിൽ അവൻ ഇവിടെ പോയി തപ്പും. എടാ അത് നമുക്ക് കണ്ടുപിടിക്കാം. അവന് ഫോട്ടോ ഇല്ലേ, പേരറിയാൻ പാടില്ലേ? നമ്മക്ക് പോകാന്ന്. എടാ കൊച്ചു കള്ള, എടാ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകോട്ടാ. നീ ഇത് പിടിക്ക്. ഒരു പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ. അതെ, നിനക്ക് ഹിന്ദി അറിയാല, എനിക്ക് ഹിന്ദി ഇംഗ്ലീഷും അറിയാം. പിന്നെ 100 കണക്കിന് ടൂറുകൾ പോയി തഴക്കവും പഴക്കവും തഴമ്പും വന്ന ഞാൻ കൂടെയുള്ളപ്പോൾ ഭയം എന്തിന് ബാഹു? എടാ 30 ദിവസത്തിനുള്ളിൽ ലോട്ടറി സബ്മിറ്റ് ചെയ്താൽ ഈ പ്രൈസ് മണി കിട്ടൂല. എന്തിനാ 30 ദിവസം? ഒരു മിനിറ്റ്. ദേ, എവിടെ നേപ്പാൾ എന്ന് പറഞ്ഞാൽ നേപ്പാൾ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞ 30 ദിവസം എന്തിനാണ്? 30 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ഞാൻ ഉറപ്പായിരുന്നു. എടാ വേറെയും പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ പോകാനുള്ള കാശ് വേണ്ടേ? 5ന്റെ പൈസ കയ്യിലില്ല. ആകെയുള്ള നുള്ളിപ്പറക്കിയിട്ടാണ് നീ ആ സാധനം വാങ്ങിയത്.
പോകാനുള്ള കാശ് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ആ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നേനെ. എടാ വാകേറിയ ദൈവം സ്റ്റിച്ചിട്ട് തരാതിരിക്കൂല. അല്ല, എര തരാതിരിക്കൂല. വഴിയുണ്ടാകും. അലക്സാണ്ടർ. അവൻ്റെ കാശ് മേടിച്ചോട്ട് വേടാ. ശരി മുതലാളി. ആ നീയായിരുന്ന പണിയെടുക്കടാ. ഔസോ ഔസോ എവറാ എന്റെ മുതലാളി? അവിടെ എങ്ങനെ കാണും? ഇറങ്ങി വാടാ ഔസോ. നീയായിരുന്ന എന്താടാ ഒരു പുച്ഛം? എന്തിനടാ പാവം കോഴികളെ പേടിപ്പിക്കണ്? കോഴികളെ മാത്രല്ല അന്നെയും പേടിപ്പിക്കാനാ വന്ന്. വേണ്ടി വന്നാ തീർക്കാനും. എന്താ തീർക്കടാ, തീർക്ക്. അവൻ്റെ കാശുണ്ടായിരുന്നപ്പോ അവൻ എനിക്ക് തന്ന്. എൻ്റെ കാശുണ്ടായ ഞാൻ തിരിച്ചു കൊടുക്കും. അത് എവിടുത്തെ മര്യാദയാണോ? എന്റെ മൊലാളിന്റെ അടുത്ത് പൈസ ഇറന്ന് വാങ്ങിയപ്പോ എന്താ പറഞ്ഞ്? ക്രിസ്മസ് ആണ്, 2 ലോഡ് കോഴി ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും, അത് കഴിഞ്ഞാൽ പലിശ ഇറക്കം തിരിച്ചു തരാന്ന്. എന്നിട്ട് 5 മാസമായി. എന്നിട്ട് ചറ്റവർത്താനം പറയണ പന്നിയെ. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തരും. എപ്പ തരും? കാശാവുമ്പോ തരും. നീ പോയ കടൽ കൊള്ളക്കാരനോട് പറഞ്ഞേക്കടാ. കൊളക്കോഴി കൊളക്കോഴി നിങ്ങളെ വാപ്പ. ഓടാ ഓറ്റൊന്ന് വേണ അളിഞ്ഞ ചാളി നടന്നവനാ. എടാ നാറി, നീ കൂട്ടിക്കിടക്കണ കോഴീനെ പിടിച്ച് കഴുത്തി കടിച്ച് ഈ പാട്ടായിട്ട് പിടപ്പിക്കണ പോലെ നിന്റെ വീട്ടിൽ കയറി കുരക്കിനെ പിടിച്ചിട്ട് മൊനമ്മ കിടപ്പുറത്തുകൊണ്ട് കഴുത്തി വെച്ച് പൊട്ടിക്കും ഞാൻ. അറിയൂടാ? മുട്ടിന്റെ ചേട്ടയ്ക്ക് നോക്കി പൊട്ടിക്കും മൊലാളി. പൊട്ടിക്ക്. ശരിക്കും പൊട്ടിക്കും. ആ കണ്ട കാശ് ഇപ്പൊ വരും, നീ നോക്കിക്കോ. കാശ് വരും, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരൂല. നീയൊക്കെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ആ ഇല്ല, ഒരിക്കലും ഇല്ല. അതെ. ഇത് കണ്ടോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണിത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഇന്നടാ ഫോട്ടോ സാറ്റ് കൊണ്ടായി വായിക്കടാ. ഒറിജിനൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മുതലാളി, ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. ഇയാളെങ്ങനെ ആത്മഹത്യ ചെയ്താ മുതലാളി അകത്താവും. കുബേരക്കുള്ള സമയ. തൽക്കാലം 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്ത് മുങ്ങ. നാളെ 10 മണിക്ക് ഇവൻ വരും. തീർത്തേക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നാളത്തേക്ക് ബാക്കി ഉണ്ടാവോ? ഓക്കെ ഓക്കെ. മുതലാളി, ഇന്ന് വണ്ടി ഞാൻ ഓടിക്കട്ടെ. സ്റ്റിയറിംഗ് തൊട്ടാ കൊല്ലും ഞാൻ. ഡോറ് തുറക്കടാ. കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വന്ന ബോട്ട് കൊച്ചിയിലെടുത്തപ്പം ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ച ഞാൻ തിരിച്ചു കയറാൻ നോക്കിയപ്പം 10-250 ബോട്ടിൻ്റെ ഇടയിൽ ഞാൻ വന്ന ബോട്ട് ഏതാണെന്ന് മനസ്സിലാവാതെ പകച്ചു നിന്നു. അപ്പം മുതലാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡ്രൈവിംഗ് അറിയെങ്കിൽ കൂടെ കുടിക്കുമെന്ന്. അന്ന് മുതൽ മുതലാളിൻ്റെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റയറിംഗ് ഒന്ന് തൊടാൻ മുതലാളിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടോ? അതിനൊക്കെ സമയമുണ്ടാ. എനിക്കുണ്ട് മുതലാളി, ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കാൻ ആഗ്രഹം. ആശയ്ക്ക് ഒരാളെ വേണം ജാക്സാ. ഇവനോ എന്താ ഉടായ്പായിട്ട് വരിക? എന്താണ്ടാ പീറ്ററെ, ഇന്ന് ടൂറൊന്നും പോയില്ലേ? ഒരു മുട്ടൻ ടൂറുള്ള പുറപ്പാടിലാണ് ഞങ്ങള്. പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് വട്ടം ചുറ്റുന്ന പൊക്കൂടെ? പരിഞ്ഞപ്പനെ കാണാമെന്നാണ് പരിഞ്ഞപ്പ. എന്നെ? ആ എഞ്ചിന്. ഇത് ബേബി, നമ്മുടെ ദേവസ്യാൻ ലോട്ടറിക്ക് നടത്തണ ബേബിനെ പിന്നെ എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനേ ഇവനടിച്ചത് 80 ലക്ഷം രൂപ. പേപ്പറിലൊക്കെ ഉണ്ട്. മുതലാളി പേപ്പർ വായിക്കേ. അലക്സാണ്ടർ ഏട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. കാശ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപദേശം ചോദിക്കാൻ വന്നാണോ? അതും വേണം, അല്ലാണ്ട് എന്ത്? അതല്ല, ചെറിയൊരു പണി കിട്ടി. പണിയാ? എന്ത് പണി? അലക്സാണ്ടർ ഏട്ടാ, എൻ്റെ കടയിലേ ഒരു നേപ്പാളി പണിക്ക് നിൽക്കണ്ടായി. അപ്പോൾ അവൻ അർജന്റായിട്ട് നാട്ടിലേക്ക് പോയി. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ അവൻ കൊണ്ടുപോയി പൊതി മാറിപ്പോയി അല്ലേ? ആ പൊതിയിലായിരുന്നു ഇവന് പ്രൈസ് അടിച്ച ലോട്ടറി ഇരിക്കണത്. അത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകാന്ന് വിചാരിച്ച് നിൽക്കണത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം?
പറഞ്ഞപ്പാ ജസ്റ്റ് അവിടെ തുറന്ന് പോകണം. ഈ പൊതി അവനെ ഏൽപ്പിക്കണം. ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. അവന്റെ അച്ഛനെ അമ്മനെയും കാണണം. ചോദിക്കുന്നു, ഞങ്ങൾ തിരിച്ചു വരുന്നു. എല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പോയിട്ട് വാ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ശുഭയാത്ര. അതെ. പറഞ്ഞപ്പാ അങ്ങനെയല്ല ചേട്ടാ കുറച്ച് കാശ് കടം തരണം. നേപ്പാൾ വരെ പോവാനാ. പക്ഷെ വെറുതെ വേണ്ട, പലിശ തരാം. അല്ലെങ്കിൽ അലക്സാണ്ടർ വെറുതെ ആർക്കും കാശ് കൊടുക്കാറില്ല. നല്ല പലിശ മേടിക്കും. പക്ഷെ ഇത് നടക്കൂല. അയ്യോ അങ്ങനെ പറയല്ലേ പറഞ്ഞപ്പാ. അല്ലെങ്കിൽ പിന്നെ ലോട്ടറി. അല്ല, ലോട്ടറി കാശ് കിട്ടി ഉടനെ തിരിച്ചു തരാം. എടാ, ഞാനിപ്പോ അങ്ങനെ ആർക്കും കാശ് കടം കൊടുക്കാറില്ല. കച്ചവടക്കാർക്ക് മാത്രം. അത് ഡെയിലി കളക്ഷൻ, റിസ്ക് ഇല്ല. ഇവനും കച്ചവടക്കാരനാണ്. ലോട്ടറി കച്ചവടം. ലോട്ടറി ഒരു കച്ചവടാ. അതെ. ഇത് ശരിയാകൂലടാ. എനിക്ക് ഇച്ചിരി പിരിവ് കൂടെ ഉണ്ട്. ജാക്സാ, ബുക്ക് എടുത്തോ. ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറടാ. പലിശ എത്ര വേണമെങ്കിലും തരാം. പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. 80 ലക്ഷം കിട്ടാനുള്ളത്. പറഞ്ഞപ്പാ പലിശ എത്ര വേണമെങ്കിലും തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അങ്ങോട്ട് പോയിട്ട് നാളെ വരാൻ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, മുതലാളി ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പാ. അത്രയ്ക്ക് ആവേശം വേണ്ട, ആലോചിക്കാന്നേ പറഞ്ഞുള്ളൂ. ഇന്ത്യയും കൂടി ഒരു സപ്പോർട്ട് വേണ്ടി വരും. വേണോട്ടാ. നടക്കോടാ, നടക്കും. ഇവൻ മുടക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ബേബി, ബേബി, എന്താടാ ബേബി തുറന്നേടാ. ആ പോ. അതല്ല, ഇത് എനിക്ക് വേണ്ടി വിട്ടിയതല്ല. നീ നോക്കിയേ. ഇന്നലെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ കിടക്കപ്പായി വന്ന് പൊക്കി. പരിഞ്ഞപ്പനെ നമുക്ക് ആവശ്യമുള്ള കാശ് തരാന്ന് പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ? എന്ത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, കാശ് ഞാൻ തരാം. പക്ഷെ നിന്റെ കൂടെ ഞാനും വരും. ഈ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ അതാണ് നല്ലത്. സമ്മതിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ, ചെലവാകണ കാശിന്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും. എന്റെ ചെലവ് ഉൾപ്പെടെ. അതും സമ്മതിച്ചു. അല്ലടാ, എടാ കൂടി വന്നാൽ 1-2 ലക്ഷം രൂപ ചെലവാകും. 4 ലക്ഷം തിരിച്ചു കൊടുക്കണം. 80 ലക്ഷം പോണക്കാട്ടി നല്ലതല്ലേ? ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല. നീ ഉറപ്പിക്ക്. പറയടാ. ഞാൻ പറയണ. നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ട് നീ സഹായിക്കാന്ന് വിചാരിച്ചപ്പാ നിനക്കൊക്കെ തള്ളിപ്പ്. എന്റെ പാർട്ടി തരും കാശ്. ഞാൻ പോണാണ്. അല്ലല്ല, ഞങ്ങൾ സമ്മതിച്ച്. ചേട്ടാ, എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് തന്നെ. ഐശ്വര്യമായിട്ട് കൊടുക്ക്. എല്ലാം ഞാൻ പറ്റില്ല എഴുതും. എഴുതിക്കോ. എഴുതിക്കോ. ഇപ്പൊ തന്നെ 20,000 രൂപയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കാൻ പോണ ഒരു കള്ളൻ. ശരി. അഡ്വാൻസ് ഇവിടെയും ചെലവൊക്കെ ഇല്ലേ? ഇതിട്ടാണ് തുടങ്ങണത്. എന്തായി മുരളി, അവന്മാര് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട് ഞാൻ ആരാ മോൻ? പിന്നെ മുരളി, ഇവര് പെട്ടെന്ന് ലോട്ടറി കൊണ്ടുവന്നാ അടുത്ത ഫ്ലൈറ്റിൽ കയറി മുരളി മോനമ്പത്തേക്ക് പോരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസോന്റെ കേസിൽ അകത്തും പോകും. ഇവരെ കയ്യിൽ നിന്ന് അധികം പലിശ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മുരളി മാക്സിമം ലാഗ് ചെയ്യിപ്പിക്കണം. ഓക്കെ ജാക്സൺ. മുതലാളി, ഹൗസോന്റെ ബോഡിയെ ആരുടെ? നമുക്ക് ഇയാളെ അറിയേ ഇല്ലല്ലേടാ ജാക്സ. എന്തോരം കോഴിയുണ്ടായ മനുഷ്യനാണ്. ഒരു ചിക്കൻ കാല് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പുള്ളിക്ക്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ. അതെ ചേട്ടാ, അത് പൊക്കോട്ടെ. ചേട്ടാ ഒന്ന് വണ്ടി വിട്. എയർപോർട്ടിൽ എത്താൻ വൈകണ്ട. അത് ശരിയാണ്. അല്ല, ട്രാവൽസ് മുഴുവൻ തലങ്ങും വിലങ്ങും വിളിച്ചിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. നീ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടേ? പീറ്ററെ, എടാ ലോട്ടറി അവനെ അടിച്ചുകൊണ്ട് പോയാന്നുള്ളത് അലക്സാണ്ടറേട്ടനോട് പറയണോ? എനിക്കെന്തോ പേടിയോലെ. നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വന്ന് പടിവാതിക്ക് നിൽക്കുമ്പോഴേ ഈ വർത്താനം പറയണത്. അയാൾക്ക് ഭ്രാന്താവൂട്ടാ. നിനക്ക് ആ ലോട്ടറി കൊണ്ട് നേപ്പാളിനെ കണ്ടുപിടിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഏറ്റി. ഉറപ്പാണ്? സൂക്ഷിച്ച് സോഫ്റ്റ് ആയിട്ട്. ജാക്സ, വണ്ടി വീട്ടിൽ കൊണ്ട് ഷെഡിൽ കൊണ്ടിട്ടേക്കണം. പിന്നെ അവിടം വരെയുള്ള കിലോമീറ്റർ എത്രയാന്ന് വിളിച്ച് പറയണം. കണക്കിൽ എഴുതാനാ. അതുപോലെ ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിമേ തൊട്ട് പോരുത്. എവിടെയെങ്കിലും പോണെങ്കിൽ നടന്നു പോയാൽ മതി.
ഓ സ്റ്റോപ്പ്. നിനക്കിരിക്കട്ടെ പൊന്നാടാ. ഓ താങ്ക് യു. എന്റെ മോന്ത കണ്ട നാട്ടുകാർ അപ്പ കടം ചോദിക്കും. അതാ തോർത്തിട്ടത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടടാ. വേറെന്ത് വിചാരിക്കാൻ? നേപ്പാൾ ടാസ്കി 900 അപ്പൊ ഇരട്ടി 1500. ആ आप इसे कहीं देखा है? देखो. പരിഞ്ഞപ്പാ ദേ ഇതാണ് തമേൽ. തമേൽ കാഠ്മണ്ഡുവിലെ പട്ടായ സുഖവാസ കേന്ദ്രം. ഭയങ്കരമായ പ്രലോഭനങ്ങൾ ഉണ്ടാവും, പക്ഷെ പരിഞ്ഞപ്പം വീഴരുത്. എന്റെ കാര്യം നോക്കണ്ട, ഞാൻ വീഴും. ഷോട്ട്. ആളെ കിട്ടിയടാ? ആരെ കിട്ടിയാന്ന്? അല്ലേട്ടാ, അവന്റെ വീട്ടിലേക്കുള്ള വഴിയേ. എന്താ വഴി അറിയാൻ പാടില്ലേ? വഴി അറിയാം, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നമ്മുടെ KCB-കാരല്ലേ, അവര് കുഴി കുത്തിയിട്ടേക്കണേ. KCB-ക്കാരാ? അപ്പൊ സമയം കുറെ എടുക്കും. പണിതോട്ടെ. സമയം എടുത്ത് നന്നായിട്ട് പണിതാ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലട്ടാ, നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? നീ ഇപ്പൊ എന്ത് ചെയ്യോടാ? പരിഞ്ഞപ്പാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നേപ്പാളി ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഫോളോ മീ. ചായ മാത്രമുള്ള കടി ഉണ്ടോ? ചിലപ്പോ കടിക്കേണ്ടി വരും. അത് എഴുതാനാണ്. അതൊക്കെ അവിടെ പോയിരുന്നിട്ട് എഴുതി, ഇത് പോക്കറ്റിലിട്ടെ. വാ. എവിടെ ഇത് എന്ത് വലിയ കടയടാ, നമുക്ക് വല്ല ചെറിയ കടയിൽ പോയപ്പോരെ? ശരിയാണല്ലോ. ഇവിടെ സാധാരണ മണിച്ചേരന്റെ ചായക്കടയിൽ പോയി 10 രൂപയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് വല്ല ലാഭം ഉണ്ടാ? 10 രൂപയുടെ ചായ കുടിച്ചാൽ 20 രൂപ കിട്ടും. അതേസമയം നമ്മൾ ഇവിടെ വന്ന് 200 രൂപയുടെ ക്യാപ്പിച്ചിന് കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് 400 രൂപ കിട്ടൂലേ? അതും ശരിയാണല്ലോ. എന്റെ പൊന്നു പരിഞ്ഞപ്പാ, ഒന്ന് സൂക്ഷിച്ചിങ്ങോട്ട് നടക്ക്. പരിഞ്ഞപ്പന് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അങ്ങനൊന്നും ഞാൻ വീഴൂലടാ. കമന്തുകൂടെ കാപ്പണമെന്ന് കേട്ടിട്ടില്ലേ? അതാ അലക്സാണ്ടർ എനം. എടാ സോമ, വെള്ളം കുറച്ചൊരു 3 ചായ. അതെ, 3 ചായ. അങ്ങനെ മാപ്പ് നോക്കി പറയാം. ഏതാടാ മഹർഷി? ഞാൻ ഉള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. നമ്മളിപ്പോ ചായ കുടിക്കാൻ വന്ന സ്ഥലം കാഠ്മണ്ഡുവിൽ ഇവിടെ ഇട്ട് വരും. നീ ഒന്ന് മാപ്പ് മടക്കി വെച്ചടാ. വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താണ്ടാ? അല്ല, അങ്ങോട്ട് പോകാനുള്ള വഴി. എടാ, അങ്ങോട്ട് പോകാനുള്ള വഴി KCB-ക്കാർ നന്നാക്കിക്കൊണ്ടിരിക്കണല്ലേ? അവര് നന്നാക്കി കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്തായാലും ലോട്ടറി അവിടെ ഉണ്ടല്ലോടാ. സാധനം അവിടെ ഉണ്ടല്ലോ, പക്ഷെ ലേറ്റ് ആവൂലേ? പരിഞ്ഞപ്പന്റെ ബിസിനസ് കിടക്കാറാവൂലേ? എന്റെ വിധി. ഞങ്ങൾക്ക് വേണ്ടി പരിഞ്ഞപ്പൻ എന്തിനാ ഈ നഷ്ടമൊക്കെ വരുത്തി വെക്കണത്? ഞങ്ങൾക്ക് കുറച്ച് കാശ് തന്നിട്ട് പരിഞ്ഞപ്പ പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നോളാം. അല്ലടാ? എനിക്ക് കുറച്ച് നഷ്ടമൊക്കെ വരും, എന്നാലും നിങ്ങളുടെ ഈ ഇടപാടുണ്ടല്ലോടാ, അത് ഞാൻ നികത്തിക്കൊള്ളാം. നീയൊക്കെ ഒന്ന് അറിഞ്ഞ് ചെലവാക്കിയാ മതി. ഈ കൂലിക്കുഞ്ഞ് എങ്ങോട്ട് പോകണം? ചേട്ടാ, ഒരു മിനിറ്റ്. എടാ, അവനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കണിരുന്നു, നമ്മ എവിടെ പോയി തപ്പോന? ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് അവന് തപ്പാം. കാഠ്മണ്ഡു മുഴുവൻ കറങ്ങി അടിച്ചു നടന്നവൻ തപ്പാം, വിത്ത് മ്യൂസിക്. അല്ലടാ മൊത്തേ?